അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ ലംഘിച്ച ഇറാനും ഇസ്രയേലും. ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ നിഷേധിച്ച ഇറാൻ. വെടിനിർത്തലിന് മുന്നേ നടത്തിയ ആക്രമണമെന്നും ഇറാൻ. കരാർ ലംഘിച്ചതിൽ കടുത്ത അതൃപ്തി അറിയിച്ച ഡൊണാൾഡ് ട്രംപ്. ആക്രമണങ്ങളിൽ ഇതുവരെ 610 പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ. ബേപ്പൂർ എസ്ഐക്ക് സ്ഥലം മാറ്റം. കസ്റ്റഡിയിലെടുത്ത ബേപ്പൂർ സ്വദേശി അനന്തുവിനെ മർദ്ദിച്ച ബേപ്പൂർ എസ്ഐക്ക് സ്ഥലം മാറ്റം. എസ്ഐ ധനേഷിനെ തീവ്ര പരിശീലനത്തിനയക്കും. വകുപ്പ് തല അന്വേഷണത്തിന് ഫറൂഖ് SBയെ ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തെരുവുനായ ആക്രമണം. കണ്ണൂരിലും കൊല്ലത്തും ആലപ്പുഴയിലും കോഴിക്കോടും തെരുവുനായ ആക്രമണം. 16 പേർക്ക് കടിയേറ്റു. കോഴിക്കോട് മാത്രം 10 പേർക്ക് കടിയേറ്റു. ആലപ്പുഴയിൽ ദമ്പതികൾക്കും കൊല്ലത്ത് 3 പേർക്കും കണ്ണൂരിൽ ഒരാൾക്കും കടിയേറ്റു. ഗവർണറുടെ പരിപാടിയിൽ മാധ്യമ വിലക്ക്. തൃശൂരിൽ കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ഗവർണറുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വിലക്ക് രാജ്ഭവന്റെ നിർദ്ദേശത്തെ തുടർന്ന്. ചടങ്ങ് ഈ മാസം 26-ന് പുഴക്കൽ ഹയാത്ത് റീജൻസിൽ. കൃഷിമന്ത്രി P. പ്രസാദും ചടങ്ങിൽ പങ്കെടുക്കും. നിലമ്പൂരിലെ പരാജയത്തിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി M. സ്വരാജ്. ചില പ്രതികരണങ്ങൾ ഏറെ ആഹ്ലാദിപ്പിക്കുന്നു. RSS സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് പോയിട്ടും സംഘപരിവാർ ആഘോഷിക്കുന്നു. സംഘപരിവാറിനൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുമുണ്ട്. സകല നിറത്തിലുമുള്ള വർഗീയവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നതിൽ ആഹ്ലാദവും അഭിമാനവുമെന്ന് സ്വരാജ്. മഹാരാഷ്ട്ര, ഹരിയാന തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം നടന്നെന്ന ആരോപണം. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ചർച്ച ചെയ്യാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമെന്ന് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് അട്ടിമറിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് വിട നൽകി നാട്. സംസ്കാരം പുല്ലാട്ടെ വീട്ടുവളപ്പിൽ നടന്നു. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി VN വാസവൻ അന്തിമോപചാരം അർപ്പിച്ചു. കൊച്ചി പള്ളുരുത്തിയിലെ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. കൊലപാതകം നടത്തിയത് പെൺസുഹൃത്തിന്റെ ഭർത്താവ് ഷിഹാസ്, ഭാര്യ ഷഹനാസ് എന്നിവർ കസ്റ്റഡിയിൽ. പെരുമ്പടമ്പ് സ്വദേശി ആഷിഖിനെ വാഹനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ.